നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് ക്വിറ്റ് ലിക്കർ ഡേ ആചരിച്ചു. KCBC, മദ്യവിരുദ്ധ സമിതി, മദ്യവിരുദ്ധ ഏകോപന സമിതി, ഗ്രീൻ വിഷൻ കേരള എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. ചെറിയ പള്ളിത്താഴത്ത് ചേർന്ന പ്രോഗ്രാമിൽ നിരവധി പേർ പങ്കെടുത്തു. KCBC, മദ്യവിരുദ്ധ സമിതി, കോതമംഗലം രൂപത, മദ്യവിരുദ്ധ ഏകോപന സമിതി, ഗ്രീൻ വിഷൻ കേരള താലൂക്ക് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ കോതമംഗലത്തെ ക്വിറ്റ് ലിക്കർ ഡേ ആചരിച്ചു. തൂഫാൻ, തണ്ടർ പദ്ധതികൾക്ക് പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ശനിയാഴ്ച ചെറുപള്ളിത്താഴത്ത് രൂപത ഡയറക്ടർ ഫാദർ ജെയിംസ് ഐക്യമറ്റം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ലഹരി എന്ന മഹാവിപത്തിൽ പെട്ടിരിക്കുന്നതാണ്. അതൊരു കെണിയാണ്. ആ കെണിയിൽ പെട്ടുപോയാൽ പിന്നെ അതിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് സ്വയം മനസ്സായി അതിൽ നിന്ന് മാറിയെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ പൊതുസമൂഹം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഗവൺമെൻറ് തൂഫാൻ എന്ന് പറഞ്ഞ് ലഹരിക്കെതിരെ നടത്തുന്ന വലിയ മുന്നേറ്റം പൊതുജനം വലിയ കയ്യടിയോടെ സ്വീകരിച്ചിരിക്കുന്നു. ഏറെ അഭിമാനിക്കാൻ വകതരുന്ന ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം പരിപൂർണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറണമെങ്കിൽ ഏറെ പരിശ്രമം ആവശ്യമാണ്, ഏറെ കരുതൽ ആവശ്യമാണ്. ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഈ നയം കാരണം നമ്മുടെ പോലീസ് അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കാനും പുതിയ ഊർജത്തോടെ പ്രവർത്തിക്കുന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. മദ്യവിരുദ്ധ സമിതി രൂപത പ്രസിഡന്റും ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. നാശത്തിലേക്കുള്ള തകർച്ചയിലേക്കുള്ള വാതിലാണ് ലഹരി. അമ്മമാരുടെ മുഖത്തെ കണ്ണീര്, അമ്മമാരുടെ മുഖത്തെ ചിരി മറയ്ക്കുകയാണ്. പകരം അവിടെ കണ്ണീരൊഴുക്കുന്നു. അച്ഛന്മാരുടെ മനസ്സിലെ സ്വപ്നങ്ങളെ തകർക്കുകയാണ്. പകരം അവിടെ ആശങ്ക തകർക്കുന്നു. ലഹരിയിൽ പെട്ടുപോയ കേരളത്തെ, ലഹരിയിൽ പെട്ടുപോയ തലമുറകളെ അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് കേരളത്തിലെ പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും ഇതിനെതിരായ ചില പോരാട്ടങ്ങൾ തൂഫാൻ എന്നുള്ള പേരിലും തണ്ടർ എന്നുള്ള പേരിലുമൊക്കെ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിശ്ചയമായും ആ പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഗുണപരമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ മാത്യു കൊച്ചുപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളി, ബിജു വെട്ടിക്കുഴ, ജോണി കണ്ണാടൻ, ജിജു വർഗീസ്, ജോമോൻ ജേക്കബ്, KV ഏണസ്റ്റ്, മാർട്ടിൻ കീഴ്മാടൻ, ജോസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.